coming soon. കാണുന്നില്ലേ, അറിയുന്നില്ലേ കാലത്തിനടയാളങ്ങൾ, കേൾക്കുന്നില്ലേ, ഓർക്കുന്നില്ലേ കർത്താവിൻ പ്രവചനങ്ങൾ. വരികയായി രാജാധിരാജൻ, ഒരുങ്ങുവിൻ പ്രിയജനമേ, കൊയ്ത്തിരുകാലമായി, വിളവുകൾ പാകമായി, ആത്മാവിൻ അഭിഷേകത്താൽ ആത്മാക്കളെ കൊയ്തിടാം. പ്രാർത്ഥനയാലേ പരിത്യാഗത്താലേ സുവിശേഷ വേല ചെയ്യാം, ആത്മാക്കളെ നേടിടാം. റേമാ റേമാ കർത്താവ് സംസാരിക്കുന്നു. റേമാ റേമാ കർത്താവ് സംസാരിക്കുന്നു. ജനമേ, ദൈവജനമേ, ഹൃദയം തുറന്നു കേൾക്കുവിൻ. കർത്താവിന്റെ ആഗമന ദിനത്തെ പ്രതീക്ഷിക്കുകയും ത്വരിതപ്പെടുത്തുകയും ചെയ്യുവിൻ. ഹല്ലേലൂയ. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, വീണ്ടും വരുന്ന നമ്മുടെ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. വിശുദ്ധനായ പോൾ ആറാമൻ മാർപ്പാപ്പ തൻ്റെ സഭാഭരണകാലത്ത് ദൈവജനത്തോട് പറഞ്ഞു, നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടം പരിശുദ്ധാത്മാവിൻ്റെ കാലഘട്ടമാണ്. പരിശുദ്ധാത്മ യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പോൾ ആറാമൻ മാർപ്പാപ്പയുടെ ഈ വാക്കുകൾക്ക് ഈ നാളുകളിൽ വലിയ പ്രസക്തിയുണ്ട്. ഇത് പരിശുദ്ധാത്മാവിൻ്റെ കാലഘട്ടമാണ്. ലോകമെമ്പാടും പരിശുദ്ധാത്മാവിന്റെ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. മറ്റേത് കാലഘട്ടത്തേക്കാൾ ഉപരി പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ തിരുസഭയിൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മാർപ്പാപ്പ പറഞ്ഞ വാക്കുകള് വളരെ അർത്ഥവത്താണ്. ഇതിനോട് ബന്ധപ്പെട്ട് തന്നെ പരിശുദ്ധ മറിയം മിജുഗുറിയ കുന്നുകളിൽ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ 2000 ആണ്ടിൽ ഫെബ്രുവരി 25-ാം തീയതി ലോകത്തോട് പരിശുദ്ധ മറിയം വിളിച്ചു പറഞ്ഞു, പ്രിയ കുഞ്ഞുങ്ങളെ, അവിശ്വാസത്തിന്റെയും പാപത്തിന്റെയും നിദ്രയിൽ നിന്ന് ഉണർന്നെഴുന്നേൽക്കുവിൻ. ഇത് ദൈവം നിങ്ങൾക്ക് നൽകുന്ന കൃപാവരത്തിന്റെ കാലമാണ്. ഈ സമയം പ്രയോജനപ്പെടുത്തുവിൻ. ദൈവത്തിൽ നിന്ന് നിങ്ങളുടെ ഹൃദയത്തിന്റെ സൗഖ്യത്തിനായുള്ള അനുഗ്രഹത്തിനായി അപേക്ഷിക്കുവിൻ. പരിശുദ്ധ മറിയം ലോക ജനതയോട് പറയുകയാണ്, പാപത്തിന്റെയും അവിശ്വാസത്തിന്റെയും ഈ നാളുകളിൽ ദൈവത്തിന്റെ ജനം നിദ്ര വിട്ട് ഉണരേണ്ട സമയമായി. ഇത് കൃപാവരത്തിന്റെ കാലമാണ്. പരിശുദ്ധമ്മ പറഞ്ഞ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കണം. കൃപാവരത്തിന്റെ നാളുകൾ ഇത് തന്നെയാണ് പോൾ ആറാമൻ മാർപ്പാപ്പ പറഞ്ഞത്. പരിശുദ്ധാത്മാവിന്റെ യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വീണ്ടും 2000 ആണ്ട് മെയ് 25-ാം തീയതി പരിശുദ്ധ മറിയം വീണ്ടും ഇതിനോട് ബന്ധപ്പെട്ട് തന്നെ സംസാരിക്കുകയാണ്. കൃപാവരത്തിന്റെ ഈ കാലത്ത് ആത്മീയ നവീകരണത്തിനായി നിങ്ങളെ ക്ഷണിക്കുന്നു. നമ്മളായിരിക്കുന്ന ഈ നാളുകൾ വലിയ ആത്മീയ ഒരുക്കത്തിന്റെ
നാളുകളാണ്. പരിശുദ്ധം ഇതാണ് പറഞ്ഞത്, കൃപാവരത്തിന്റെ ഈ നാളുകളിൽ ഞാൻ നിങ്ങളെ ആത്മീയ നവീകരണത്തിനായി ക്ഷണിക്കുകയാണ്. ഷെക്കേന ടെലിവിഷനിലൂടെ ഒരു പുതിയ ശുശ്രൂഷ കർത്താവ് നമുക്ക് നൽകുകയാണ്. റേമ എന്ന പേരിൽ. ആ പേര് എല്ലാവരും ശ്രദ്ധിക്കണം. റേമ. കാലത്തിന്റെ പ്രത്യേകതകൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ആത്മാവിന്റെ രക്ഷയെ ലക്ഷ്യമാക്കി ആത്മീയമായി ഒരുങ്ങുവാനും മറ്റുള്ളവരുടെ ആത്മരക്ഷയെ ലക്ഷ്യമാക്കി നമ്മളെല്ലാവരും പ്രവർത്തിക്കുവാനുമുള്ള ആഹ്വാനമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ശുശ്രൂഷയിലൂടെ നമുക്ക് എല്ലാവർക്കും നൽകുന്നത്. പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിന്റെയും ക്രിസ്തീയ സഹനത്തിന്റെയും വിശുദ്ധീകരണത്തിന്റെയും സുവിശേഷവൽക്കരണത്തിന്റെയും ആവശ്യകത കൂടുതൽ ദൈവജനത്തിന്റെ ഹൃദയത്തിൽ ബോധ്യപ്പെടുത്തുക, ഇത് ഈ ശുശ്രൂഷ വഴി കർത്താവ് ആഗ്രഹിക്കുകയാണ്. ഇതിനോട് ബന്ധപ്പെട്ടായിരിക്കും റേമ എന്ന ശുശ്രൂഷയെ പരിശുദ്ധാത്മാവ് നയിക്കുന്നത്. നമുക്കൊരു നിമിഷം നന്ദി പറയാം. അപ്പോസ്തലനായ പൗലോസ് സഭയെ പഠിപ്പിക്കുന്നുണ്ട്. എഫെസസ്കാർക്ക് ഇത് ലേഖനത്തിൽ 5-ാം അധ്യായം 20-ാം തിരുവചനം, എപ്പോഴും എല്ലാറ്റിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. ഇത് നന്ദി പറയുവാനുള്ള സമയമാണ്. പ്രത്യേകമായി ഷെക്കേന ടെലിവിഷനെ ഓർത്ത് നമുക്ക് കർത്താവിനോട് നന്ദി പറയാം. സഭയുടെ ശബ്ദമായി തീരുവാൻ, സത്യത്തിന് സാക്ഷ്യം നൽകി വാർത്തകളിലുള്ള സത്യം ജനത്തിന് മുമ്പിൽ അവതരിപ്പിക്കുവാൻ സ്വർഗം നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന മാധ്യമ ശുശ്രൂഷയാണ് ഷെക്കൈന ന്യൂസ് ചാനൽ. ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ചാനലിന്റെ പ്രസക്തി മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിന്റെ ആത്മാവിനാൽ ഈ മാധ്യമ ശുശ്രൂഷ മുന്നോട്ടു പോകുവാൻ ഷെക്കേന ടെലിവിഷന്റെ എല്ലാ പ്രോഗ്രാമുകളും പരിശുദ്ധാത്മാവിനാൽ അഭിഷേചിതമാകുവാൻ ഒരു മനസ്സോടെ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാണ്. കർത്താവേ, അങ്ങയുടെ സഭയ്ക്ക് വേണ്ടി അങ്ങ് ചെയ്ത ഈ വലിയ അത്ഭുതത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുകയാണ്. ഒരു നിമിഷം നമ്മൾ കൈകൾ പരസ്പരം കോർത്ത് പിടിച്ച് ഏക സ്വരത്തിൽ നന്ദിയോടെ കർത്താവിനെ വാഴ്ത്തുകയാണ്. കർത്താവ് നൽകിയ എല്ലാ നന്മകൾക്കായി താങ്ക് യു ജീസസ്. ഞങ്ങളെ നടത്തിയ വഴികൾക്കായി, പരിപാലിച്ച നിമിഷങ്ങൾക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എന്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. അങ്ങ് കാണിച്ച കാരുണ്യത്തിനായി, അങ്ങ് നൽകിയ കൃപയ്ക്കായി ഞങ്ങൾ ഒരുമിച്ച് ഒരു മനസ്സോടെ നന്ദി പറയുന്നു. ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. ഇന്നോളം എന്നെ നടത്തിയ നാഥ, തിരുകൃപയെന്നും എനിക്കു മതി. കർത്താവിന്റെ കൃപയ്ക്ക് വേണ്ടി ഹൃദയം തുറന്ന് പാടി പാടി പ്രാർത്ഥിക്കുക. കർത്താവേ, കൃപ വർഷിക്കണമേ, കൃപ വർഷിക്കണമേ. ഇന്നോളം എന്നെ നടത്തിയ നാഥ,
എനിക്കു മതി. കൃപാവരത്തിന്റെ ഈ കാലഘട്ടത്തില് കർത്താവേ, ഞങ്ങളെ പുതുക്കണമേ, ഞങ്ങളെ നവീകരിക്കണമേ. ഇന്നോളം എന്നെ നടത്തിയ നാഥ, തിരുകൃപയെന്നും എനിക്കു മതി. Worship Lord. Thank you Jesus. എല്ലാ നന്മകൾക്കായി, സകല അനുഗ്രഹങ്ങൾക്കായി നന്ദി. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. Thank you Jesus. Thank you Jesus. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഷെക്കേന ടെലിവിഷനെ കുറിച്ച് ചിന്തിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങുന്ന നാളുകളിൽ തന്നെ കർത്താവ് വ്യക്തമായി പറഞ്ഞിരുന്നു, ഇത്തരത്തിലുള്ളൊരു ശുശ്രൂഷ എൻ്റെ ജനത്തിനു വേണ്ടി ഈ ടെലിവിഷനിലൂടെ സംപ്രേഷണം ചെയ്യണം. റേമ ഈ ശുശ്രൂഷയ്ക്കായി പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ പ്രകാശിപ്പിച്ച തീം, ഇതിനാധാരമായിട്ടുള്ള താക്കോൽ വചനം വെളിപാടിന്റെ പുസ്തകം 1-ാം അധ്യായം 10 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങളാണ്. അപ്പോസ്തലനായ യോഹന്നാൻ വളരെ അസ്വസ്ഥനായി പത്മോസ് ദ്വീപിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ വേദന സഭയെക്കുറിച്ചായിരുന്നു. സഭയിലുണ്ടായിരുന്ന ചില ആശയക്കുഴപ്പങ്ങള്, സഭയ്ക്കകത്തുള്ള ചില ഭിന്നതകള്, അധികാര മോഹത്തിന് വേണ്ടിയുള്ള സ്വാർത്ഥപരമായ പ്രവർത്തനങ്ങളെല്ലാം യോഹന്നാൻ ശ്ലീഹായെ അല്ലാതെ വേദനിപ്പിച്ചിരുന്നു. 1-ാം അധ്യായം 10-ാം വചനത്തിൽ വചനം വെളിപ്പെടുത്തുകയാണ്, കർത്താവിന്റെ ദിനത്തിൽ ഞാൻ ആത്മാവിൽ ലയിച്ചിരിക്കെ കാഹളത്തിന് ഇതുപോലെയുള്ള ഒരു വലിയ സ്വരം ഞാൻ പിറകിൽ നിന്ന് കേട്ടു. 12-ാം വചനം പറയുന്നു, ഞാൻ കേട്ട സ്വരം ശ്രദ്ധിക്കാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ സ്വർണ്ണ നിർമ്മിതമായ 7 ദീപപീഠങ്ങൾ ഞാൻ കണ്ടു. 13-ാം വചനം പറയുന്നു, ഈ ദീപപീഠങ്ങൾക്ക് മധ്യേ മനുഷ്യപുത്രനെ പോലെയുള്ള ഒരുവൻ. ഇത് വെറും ഒരു ദർശനമായിരുന്നില്ല. കർത്താവ് തന്റെ അപ്പോസ്തലനെ പ്രൊഫറ്റിക് വിഷൻ നൽകുകയാണ്. സഭയെക്കുറിച്ചുള്ള തന്റെ ആലോചന, സഭയെക്കുറിച്ചുള്ള തന്റെ സ്വപ്നം കർത്താവ് യോഹന്നാനെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. എന്താണ് യോഹന്നാൻ കേട്ടത്? കാഹളത്തിന് ഇതുപോലെയുള്ള ഒരു വലിയ സ്വരം. ഇത് കർത്താവിന്റെ ശബ്ദമാണ്. കർത്താവിന്റെ സ്വരത്തിന്റെ ഇമ്പാക്റ്റ് അതെത്ര വലുതാണ്. വീണ്ടും സ്വർണ്ണ നിർമ്മിതമായ 7 ദീപപീഠങ്ങൾ. ഈ 7 ദീപപീഠങ്ങൾക്ക് മധ്യേ മനുഷ്യപുത്രനെ പോലെയുള്ള ഒരുവൻ. ആരാണ് ഈ മനുഷ്യപുത്രനെ പോലുള്ള ഒരുവൻ? മഹത്വപൂർണനായ നമ്മുടെ കർത്താവായ യേശു തന്നെയാണ്. എന്താണ് സ്വർണ്ണ നിർമ്മിതമായ ഈ 7 ദീപപീഠങ്ങൾ? വെളിപാടിന്റെ പുസ്തകം 1-ാം അധ്യായം 20-ാം വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 7 ദീപപീഠങ്ങൾ സഭയെ കാണിക്കുകയാണ്. സഭയുടെ മധ്യേ കർത്താവ് നിൽക്കുകയാണ്. ഈ ഒരു പ്രൊഫറ്റിക് വിഷൻ യോഹന്നാന് കർത്താവ് നൽകുകയാണ്. മഹത്വപൂർണനായ കർത്താവിനെ കണ്ടപ്പോൾ യോഹന്നാൻ മരിച്ചവനെ പോലെയായി. എന്താണ് ഈ ദർശനത്തിന്റെ അർത്ഥം? എന്റെ പ്രിയപ്പെട്ടവരെ, സഭയിൽ കർത്താവിന്റെ സ്ഥാനം ഏതെങ്കിലും ഒരു കോർണറിലല്ല, സഭയുടെ മധ്യേ തന്നെയാണ്. കാരണം സഭയുടെ ഉടമസ്ഥൻ കർത്താവായ യേശുവാണ്.
താൻ രക്തം കൊടുത്ത് വിലക്കി വാങ്ങിയതാണ് തന്റെ സഭയെ. സഭയുടെ രാജാവും സഭയുടെ കർത്താവും യേശു ക്രിസ്തു തന്നെയാണ്. സഭയുടെ മധ്യേ നിന്ന് കർത്താവ് സംസാരിക്കുകയാണ്. ഇത് തന്നെയാണ് റേമ എന്ന ഈ ശുശ്രൂഷയുടെ തീം. ഇന്ന് സഭയ്ക്ക് ആവശ്യം കർത്താവിന്റെ ആലോചനകളാണ്. ഇന്ന് തിരുസഭയ്ക്ക് ആവശ്യം കർത്താവിന്റെ ശബ്ദമാണ്. മഹത്വപൂർണനായ കർത്താവിനെ കണ്ടപ്പോൾ യോഹന്നാന്റെ സകല ഭാരങ്ങളും മാറി. ഞാൻ ഇപ്രകാരം ചിന്തിക്കുകയാണ്, കർത്താവ് യോഹന്നാനെ വിളിച്ചു, ജോൺ, നീ എന്തിനാണ് ആകുലപ്പെടുന്നത്? സഭ എന്റേതല്ലേ? ശുശ്രൂഷകൾ എന്റേതല്ലേ? അഭിഷേകം എന്റേതല്ലേ? ജനം എന്റേതല്ലേ? നീ എന്തിനാണ് ഭാരപ്പെട്ടിരിക്കുന്നത്? ഈ ഒരു പ്രൊഫറ്റിക് വിഷൻ, കർത്താവിന്റെ സ്പർശനം, കർത്താവിന്റെ ശബ്ദം യോഹന്നാനെ കരുത്തുള്ളവനാക്കി മാറ്റി. സകല ഭാരങ്ങളും മാറി യോഹന്നാൻ ആത്മാവിൽ കൂടുതൽ നിറയപ്പെടുകയാണ്. റേമ, ഈ ശുശ്രൂഷ എന്തിനാണ് ഈ നാളുകളിൽ കർത്താവ് നമുക്ക് തരുന്നത്? എന്താണ് ഈ വാക്കിന്റെ അർത്ഥം? റേമ എന്നുള്ള വാക്ക് ഗ്രീക്ക് വാക്കാണ്. ഈ വാക്കിന്റെ അർത്ഥം ദൈവം സംസാരിക്കുന്നു. ദൈവം സംസാരിക്കുന്നതാണ് റേമ. വേദപുസ്തകത്തിൽ പല ഭാഗങ്ങളിലും കർത്താവ് സംസാരിക്കുന്ന എത്ര അനുഭവങ്ങളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആമോസ് പ്രവചനം 3-ാം അധ്യായം 8-ാമത്തെ വചനം, സിംഹം ഗർജിച്ചു, ആരാണ് ഭയപ്പെടാതിരിക്കുക? ദൈവമായ കർത്താവ് സംസാരിച്ചു, ആർക്കാണ് പ്രവചിക്കാതിരിക്കാൻ കഴിയുക? 2 ചോദ്യങ്ങളാണ് ഈ വചനത്തിലൂടെ ദൈവാത്മാവ് നമുക്ക് തരുന്നത്. ഒന്നാമത്തെ ചോദ്യം, സിംഹം ഗർജിച്ചാൽ ആരാണ് ഭയപ്പെടാതിരിക്കുക? സിംഹത്തിന്റെ ഗർജനം കാടിനെ പ്രകമ്പനം കൊള്ളിക്കും. അത്രമാത്രം കരുത്തുള്ളതാണ് സിംഹത്തിന്റെ ശബ്ദം. സിംഹത്തേക്കാൾ 10 ഇരട്ടി ഭാരമുള്ള ആന പോലും വിറച്ചു പോകും. കാട് വിറയ്ക്കുകയാണ്. ദൈവമായ കർത്താവ് സംസാരിക്കുമ്പോൾ ആർക്കാണ് പ്രവചിക്കാതിരിക്കാൻ കഴിയുന്നത്? എന്താണ് പ്രവചനം? ദൈവം സംസാരിക്കുന്നതാണ് പ്രൊഫസി. ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, ഇന്ന് കർത്താവിന്റെ സഭയ്ക്ക് ആവശ്യം കർത്താവിന്റെ ഈ ആലോചനകളാണ്, കർത്താവിന്റെ ശബ്ദമാണ്. പ്രവചന ശുശ്രൂഷകൾ തിരുസഭയിൽ ശക്തിപ്പെടുമ്പോൾ സഭയ്ക്ക് വലിയ വളർച്ചയുണ്ടാകും. സഭ സംരക്ഷിക്കപ്പെടും. സഭയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന അന്ധകാര ശക്തികള്, പൈശാചിക പോരുകള്, ഇരുട്ടിന്റെ വ്യാപാരങ്ങള് എല്ലാം തകർക്കപ്പെടുകയാണ്. അപ്പൊ സഭ മുഴുവനിലും കർത്താവിന്റെ ശബ്ദം ഒഴുങ്ങുവാൻ ഈ നാളുകളിൽ സഭാ മക്കളായി നമ്മൾ തീഷ്ണതയോടെ പ്രാർത്ഥിക്കണം. 29-ാം സങ്കീർത്തനം 7-ാം വചനം, കർത്താവിന്റെ സ്വരം അഗ്നിജ്വാലകൾ പുറപ്പെടുവിക്കുന്നു. കർത്താവിന്റെ ശബ്ദം സഭയിൽ മുഴങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പരിശുദ്ധാത്മാവിന്റെ ഫയർ, ആത്മാവിന്റെ തീമഴ സഭയിൽ പെയ്തിറങ്ങുകയാണ്. സഭയുടെ കൂട്ടായ്മകളിൽ പെയ്തിറങ്ങുകയാണ്. നമ്മുടെ കുടുംബങ്ങളിലും മിനിസ്ട്രികളിലെല്ലാം ഈ അഗ്നിമഴയുടെ അനുഭവം ഉണ്ടാവുകയാണ്. കർത്താവ് സംസാരിക്കുമ്പോൾ സാത്താൻ കോട്ടകളെ തകർന്നു വീഴും. കർത്താവ് സംസാരിക്കുമ്പോൾ പൈശാചിക കെട്ടുകൾ പൊട്ടും. കർത്താവ് സംസാരിക്കുമ്പോൾ സഭയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ഇരുട്ടിന്റെ ശക്തികള് ഛിന്നഭിന്നമായി പോകും. കർത്താവിന്റെ ശബ്ദം മുഴങ്ങുമ്പോൾ പാപികൾ മാനസാന്തരപ്പെടും. അത്ഭുത രോഗശാന്തികൾ ഉണ്ടാകും. സഭയെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന ബന്ധനത്തിന്റെ കെട്ടുകൾ പൊട്ടി വലിയ ഡെലിവറൻസുകൾ സംഭവിക്കുകയാണ്. കാലാകാലങ്ങളിൽ ഇത്തരത്തിൽ പരിശുദ്ധാത്മ സഭയെ നയിച്ച എത്രയോ അനുഭവങ്ങള് തിരുസഭയുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും.
ഈ വചനങ്ങളെല്ലാം എന്താ നമ്മോട് വിളിച്ചു പറയുന്നത്? ഇന്ന് സഭയ്ക്ക് മറ്റെന്തിനേക്കാളും ആവശ്യമായിരിക്കുന്നത് കർത്താവിന്റെ ശബ്ദമാണ്, കർത്താവ് നൽകുന്ന ആലോചനകളാണ്. വെളിപാട് പുസ്തകം 1-2 അധ്യായങ്ങളിൽ ഇതേ വചനങ്ങൾ കാണാം. ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. 7 സ്ഥലസഭകൾക്ക് കർത്താവ് ദൂത് കൊടുക്കുക. എഫെസോസിലെ സഭ, സ്മിർണയിലെ സഭ, തീത്തറയിലെ സഭ, പെർഗമുസിലെ സഭ, സാർദീസിലെ സഭ, ഫിൽദൽഫിയയിലെ സഭ, ലവോദിക്കിയയിലെ സഭ. കർത്താവിന്റെ അരൂപി പറഞ്ഞു, എന്റെ ശബ്ദം ചെവിയുള്ളവൻ കേൾക്കട്ടെ. 2000 വർഷമായി ദൈവത്തിന്റെ ആത്മാവ് സഭയോട് സംസാരിച്ചു കൊണ്ടിരിക്കുക. പലപ്പോഴും നമ്മൾ ഈ തിരുസഭാ ചരിത്രം പഠിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് വലിയ ആനന്ദമുണ്ടാകും. എന്തുമാത്രം പ്രതിസന്ധികളാണ് സഭ നേരിട്ടിട്ടുള്ളത്. സഭയെ തകർത്ത് കളയുവാൻ ഓരോ കാലത്തും പിശാചുയർത്തിയ ചില പോരാട്ടങ്ങൾ. എന്നാൽ ഇതിന്റെ എല്ലാം നടുവിൽ കർത്താവിന്റെ ആത്മാവ് സഭയെ കരം പിടിച്ച് നയിച്ച അനുഭവങ്ങളാണ് സഭാ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. സഭാ പിതാക്കന്മാരെ പരിശുദ്ധാത്മ അഭിഷേകം ചെയ്ത് എഴുന്നേൽപ്പിച്ചു. അസാധാരണമായി ദൈവിക ജ്ഞാനം പകർന്ന് ചില പാഷണ്ഡതകളെ, സഭയുടെ വിശ്വാസ സത്യങ്ങൾക്ക് വിരുദ്ധമായ പ്രബോധനങ്ങളെല്ലാം ഈ പിതാക്കന്മാരുടെ പ്രബോധനങ്ങൾ വഴി ദൈവത്തിന്റെ ആത്മാവ് തകർത്ത് കളഞ്ഞു. പല വിധത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായി, ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായി, തെറ്റിദ്ധാരണകൾ ഉണ്ടായി. ഈ സമയങ്ങളിലെല്ലാം തീനാവുള്ള പ്രവാചകന്മാരെ പരിശുദ്ധാത്മാവ് സഭയ്ക്ക് സമ്മാനിച്ചു. ചില വിശുദ്ധാത്മാക്കളിലൂടെ കൃത്യമായ കർത്താവിന്റെ ആലോചന കൊടുത്ത് തിരുസഭയെ പരിശുദ്ധാത്മാവ് ശക്തിപ്പെടുത്തി. ഇത്തരത്തിലുള്ള അനേകം സംഭവങ്ങള് തിരുസഭ ചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഇതിന്റെ അർത്ഥം പരിശുദ്ധാത്മാവ് സഭയുടെ ആത്മാവാണ്. പരിശുദ്ധാത്മാവാണ് സഭയെ നയിക്കുന്നത്. ഇതേ ഒരു വിഷൻ തന്നെയാണ് യോഹന്നാന്റെ കർത്താവ് കൊടുത്തത്. സഭയുടെ മധ്യേ മഹത്വപൂർണനായി കർത്താവ് നിൽക്കുകയാണ്. ഞാൻ ആത്മാവിൽ പറയട്ടെ, സഭയുടെ മധ്യേ കർത്താവ് ഉള്ളിടത്തോളം കാലം ഒരു ശക്തിക്കും ഒരു തിന്മയ്ക്കും സഭയെ തകർക്കുവാനോ തിരുസഭയെ ക്ഷയിപ്പിക്കുവാനോ സാധിക്കുകയില്ല. കർത്താവിന്റെ മഹത്വപൂർണമായ പ്രത്യാഗമനം വരെ ഇത് സംഭവിക്കുമെന്നതിൽ ഒരു സംശയവും നമുക്ക് ആർക്കും വേണ്ട. ഇന്ന് പലപ്പോഴും സഭയ്ക്ക് നേരെ വരുന്ന ചില ആക്രമണങ്ങള്, ആരോപണങ്ങള്, സഭയ്ക്ക് അകത്തു നിന്നും പുറത്തു നിന്നും സഭയ്ക്കുണ്ടാകുന്ന ചില പീഡനങ്ങൾ, വെല്ലുവിളികളൊക്കെ സഭയെ സ്നേഹിക്കുന്ന അനേകം ദൈവമക്കൾക്ക് വലിയ പ്രയാസമാണ് വരുത്തി വയ്ക്കുന്നത്. ഇതൊന്നും അവിചാരിതമല്ല പ്രിയപ്പെട്ടവരെ. വെളിപാട് പുസ്തകം 12-ാം അധ്യായം 17-ാം വചനത്തിൽ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്. അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു. ആരാണ് ഈ സർപ്പം? വെളിപാട് പുസ്തകം 12-ാം അധ്യായം 9-ാം വചനത്തിൽ വചനം സാക്ഷ്യപ്പെടുത്തുന്നു. സാത്താൻ എന്നും പിശാചെന്ന് വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പം. ഈ സർപ്പത്തിന്റെ പേരെന്താണ്? പിശാച്. സ്ത്രീയുടെ നേരെ കോപിക്കുകയാണ്. ആരാണ് ഈ സ്ത്രീ? വെളിപാടിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഈ സ്ത്രീ ആരാണ്? ഇത് ദൈവശാസ്ത്രപരമായ പല വ്യാഖ്യാനങ്ങൾ ഉണ്ടെങ്കിലും ഈ സ്ത്രീ പരിശുദ്ധ മറിയം തന്നെയാണ്. ഫാത്തിമയിൽ പരിശുദ്ധ മറിയം പ്രത്യക്ഷപ്പെട്ടപ്പോൾ ലോകത്തോട് മറിയം വിളിച്ചു പറഞ്ഞു, വെളിപാട് 12:1 കാണുന്ന സൂര്യനെ ഉടയാടിയാക്കിയ സ്ത്രീ, വെളിപാടിലെ കന്യക ഞാൻ തന്നെയാണെന്ന് പരിശുദ്ധ അമ്മ ലോകത്തെ പഠിപ്പിക്കുകയായിരുന്നു. അപ്പൊ ഈ സ്ത്രീ ആരാ? പരിശുദ്ധ മറിയം തന്നെയാണ്. പരിശുദ്ധ മറിയവും പിശാചും തമ്മിലുള്ള ഘോര യുദ്ധം.
ഫാത്തിമ പ്രത്യക്ഷീകരണത്തിന് സ്വർഗം തെരഞ്ഞെടുത്ത 3 ഇടയ കുഞ്ഞുങ്ങളുണ്ട്. ജസീന്ത, ഫ്രാൻസിസ്, ലൂസി. ലൂസിയോട് പരിശുദ്ധ മറിയം പറഞ്ഞു, ഇത് നിർണായകമായ യുദ്ധമാണ്. നിങ്ങൾ ഒരു അന്തിമ യുദ്ധത്തിലാണ്. സൂര്യനുടയാടിയാക്കിയ സ്ത്രീയും അഗ്നിമയനായ സർപ്പവും. ഇത് നിർണായകമായ യുദ്ധത്തിന്റെ സമയമാണെന്ന് ഞാൻ നിങ്ങളോട് പ്രഖ്യാപിക്കുന്നു. എന്റെ വിമല ഹൃദയത്തിന്റെ വിജയം പൂർത്തീകരിക്കുവാൻ ഞാൻ തന്നെ ഇടപെടുന്ന സമയം. പരിശുദ്ധ മറിയത്തിന്റെ വാക്കുകൾക്ക് നമ്മളായിരിക്കുന്ന ഈ നാളുകളിൽ വലിയ പ്രാധാന്യമുണ്ട്. ഇത് നിർണായകമായ യുദ്ധത്തിന്റെ സമയമാണ്. വെളിപാടിലെ സ്ത്രീയും അഗ്നിമയനായ സർപ്പവും തമ്മിലുള്ള യുദ്ധം. ഇതെന്റെ വിമല ഹൃദയത്തിന്റെ വിജയത്തിനുള്ള ദിനങ്ങളാണ്. സർപ്പം സ്ത്രീയുടെ നേരെ കോപിക്കുകയാണ്. ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കുന്നവരുമായി അവളുടെ സന്താനങ്ങളിൽ അവശേഷിച്ചിരിക്കുന്നവരോട് യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു. ആ വാക്ക് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച്, യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു. ഇന്ന് പിശാച് സഭയ്ക്കെതിരെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? സഭാ സമൂഹങ്ങൾക്കെതിരെ, നമ്മുടെ കുടുംബങ്ങൾക്കെതിരെ, സഭാ പിതാക്കന്മാർക്കെതിരെ, ദൈവവിളികൾക്കെതിരെ ഇന്ന് ഘോര യുദ്ധം പിശാച് ചെയ്തുകൊണ്ടിരിക്കുക. ദൈവകൽപ്പനകളെ തകിടം മറിക്കുവാൻ ഇന്ന് എന്തൊക്കെയാണ് സാത്താൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്? യേശുക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കുന്നവരെ അപകീർത്തിപ്പെടുത്തുവാൻ, അപവാദങ്ങൾ പെടുത്തി അവരുടെ ശുശ്രൂഷകളെ തളർത്തിക്കളയാൻ ഇന്നാവുന്നതെല്ലാം പിശാച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ യുദ്ധത്തിന്റെ പ്രതിഫലനങ്ങളാണ് നമ്മൾ ഇന്ന് സഭയിലും ലോകത്തിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇതിൽ അസ്വസ്ഥരാകേണ്ട. നമ്മുടെ ഉത്തരവാദിത്തം എന്താ? കർത്താവിന്റെ ഹൃദയത്തോട് ചേർന്ന് ധാരാളം ദൈവ കരുണയ്ക്ക് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കുക. കാലത്തിന് പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് പ്രാർത്ഥനയിലും പരിത്യാഗത്തിലും ദൈവത്തിന്റെ ജനം ആഴപ്പെടണം. പ്രാർത്ഥനയിലൂടെയും പരിത്യാഗത്തിലൂടെയും ഈ ലോകത്തെ വിശുദ്ധീകരിക്കാൻ സാധിക്കുമെന്ന് കർത്താവ് മരിയ ഫൗസ്റ്റീനയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തതാണ്. കൂടുതൽ പ്രാർത്ഥനയുടെ പ്രസക്തി മനസ്സിലാക്കണം. പരിത്യാഗ അരൂപിയിലോട്ട് നമ്മൾ കടന്നു വരണം. ഇതിലൂടെ സാത്താന്റെ ആക്രമണങ്ങളെ തകർക്കാനും അതിജീവിക്കാനും നമുക്ക് കഴിയുമെന്ന് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ ലോകത്തിലേക്ക് നോക്ക്. ലോകത്തിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇന്ന് വലിയ പ്രതിസന്ധികളിലൂടെയും മാറ്റങ്ങളിലൂടെയാണ് നമ്മളായിരിക്കുന്ന ഈ ലോകം കടന്നു പോകുന്നത്. ലോകവ്യാപകമായ അക്രമങ്ങള് നമുക്ക് മനസ്സിലാകുന്നില്ല. എന്താണ് ലോകത്തിന് സംഭവിക്കുന്നത്? ആർക്കും ഒരു സുരക്ഷിതത്വമില്ലാത്ത അവസ്ഥ. ഭീകര പ്രവർത്തനങ്ങൾ അതുപോലെ ഇന്ന് ഒരുപാട് വർദ്ധിച്ചു. ലോകരാജ്യ തലവന്മാർ ഒരുമിച്ച് കൂടിയാൽ അവർക്ക് ഏകസ്വരത്തിൽ പറയാനുള്ള പ്രധാന കാര്യം എന്താ? നമുക്ക് ഒറ്റക്കെട്ടായി ഭീകര പ്രവർത്തനങ്ങളെ നേരിടണം. യുദ്ധഭീഷണികള് രാജ്യത്തിനെതിരായി തിരിയുന്നു. നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുക. പ്രകൃതിക്ഷോഭങ്ങള്, എത്രയോ സ്ഥലങ്ങളിൽ പ്രകൃതിക്ഷോഭങ്ങൾ മൂലം പതിനായിരങ്ങൾ ഇന്ന് വേദനിക്കുകയാണ്. കൊടുങ്കാറ്റുകൾ ഉണ്ടാകുന്നു, ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നു, അതുപോലെ തന്നെ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു. നമ്മുടെ കൊച്ചു കേരളത്തില് നമ്മൾ കണ്ടതാണ്. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. കഴിഞ്ഞ വർഷം അതിന് മുൻപത്തെ വർഷവും വലിയ പ്രളയക്കെടുതി കേരളം അനുഭവിച്ചു. പതിനായിരങ്ങളാണ് ഈ പ്രളയക്കെടുതി മൂലം വളരെ പ്രയാസപ്പെട്ടത്. എന്തുമാത്രം ദുരിതങ്ങളാണ് കേരള ജനതയ്ക്ക് സംഭവിച്ചത്. എന്നാൽ ഇതിൽ നിന്നെല്ലാം കയറുവാൻ ദൈവം നമ്മോട് കരുണ കാണിച്ചു. ചില രാജ്യങ്ങളിൽ കൊടും ചൂടാണ്. ഇതാണ് നാളുകൾക്ക് മുമ്പ് തെക്കേ അമേരിക്കയിലുള്ള ചിലി. കൊടും ചൂട് കാരണം ഒരു തുള്ളി വെള്ളം പോലും കിട്ടാനില്ല. കഠിനമായ വരൾച്ചയാണ്. മൃഗങ്ങളെല്ലാം ചത്തൊടുങ്ങുന്നു. നമ്മളിതിനെ ഗ്ലോബൽ വാർമിംഗ് അല്ലെങ്കിൽ ആഗോള താപനത്തിന് ഫലമായിട്ടാണ് പ്രകൃതിയിൽ ഈ മാറ്റങ്ങളൊക്കെ കാണുന്നത്. നമ്മൾ പ്രതിപാദിക്കുന്നുണ്ട്.
എന്നാൽ വേദപുസ്തകം മനസ്സിലാക്കുന്ന ഒരു ദൈവ പൈതലിന് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഇന്ന് കാണുന്ന ഈ പ്രകൃതിയിലുള്ള മാറ്റങ്ങളൊന്നും അവിചാരിതമല്ല. വെളിപാടിൽ പ്രതിപാദിച്ചിരിക്കുന്ന പ്രപഞ്ച വ്യതിയാനങ്ങളുടെ കാലഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു. ഫാത്തിമയിൽ പരിശുദ്ധ മറിയം പ്രത്യക്ഷപ്പെട്ടപ്പോൾ അമ്മ പറഞ്ഞ കാര്യമാണിത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വപൂർണമായ പ്രത്യാഗമനത്തിന് മുൻപ് സംഭവിക്കാനിരിക്കുന്ന പ്രതിഭാസങ്ങളുടെ കാലഘട്ടത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുവാനാണ് സൂര്യനിൽ ഞാൻ ഈ അത്ഭുതം ചെയ്തത്. വീണ്ടും അന്യവൈദികനായ സ്റ്റെഫാനോ ഗോപി നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്നുള്ള പുസ്തകം അച്ഛനിലൂടെയാണ് സ്വർഗം നമുക്ക് നൽകിയത്. ഈ ബഹുമാനപ്പെട്ട വൈദികനിലൂടെ പരിശുദ്ധ മറിയം പറഞ്ഞു, വെളിപാടിൽ പ്രതിപാദിച്ചിരിക്കുന്ന പ്രപഞ്ച വ്യതിയാനങ്ങളുടെ കാലഘട്ടത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞു. നമ്മൾ ഇന്ന് കാണുന്ന ഈ പ്രകൃതിക്ഷോഭങ്ങള്, പ്രകൃതി ദുരന്തങ്ങള്, ഇതൊന്നും അവിചാരിതമല്ല. ഇതെല്ലാം കാലത്തിന്റെ പ്രത്യേകതകളാണ്. പകർച്ചവ്യാധികള്, എന്തൊക്കെ പകർച്ചവ്യാധികൾ കേൾക്കുന്നത്? നിപ്പ, സിക്ക, കൊറോണ, ചിക്കൻ ഗുനിയ, തക്കാളിപ്പനി, എലിപ്പനി എന്ന് വേണ്ട നമ്മൾ ഇതുവരെ കേൾക്കാത്ത വിധത്തിലുള്ള പകർച്ചവ്യാധികൾ, ഇതിന്റെ എല്ലാം വൈറസുകൾ ഈ അന്തരീക്ഷത്തിലുണ്ട്. നമ്മൾ ഭയപ്പെടേണ്ട. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ഇതെല്ലാം ചില മുന്നറിയിപ്പുകളാണ്. ഇതിലൂടെയെല്ലാം ദൈവം തന്റെ ജനത്തോട് സംസാരിക്കുന്നുണ്ട്. മതപീഡനങ്ങള്, ലോകവ്യാപകമായ ക്രൈസ്തവർക്കെതിരെയുള്ള പീഡനങ്ങള്. ഈ കഴിഞ്ഞ ക്രിസ്മസിന്റെ പിറ്റേ ദിവസം ഡിസംബർ 26 നൈജീരിയയിൽ 11 ക്രൈസ്തവരെ വധിക്കപ്പെട്ടു. വേൾഡ് വാച്ച് എന്ന് പറയുന്ന ഒരു വലിയ ക്രിസ്ത്യൻ ഓർഗനൈസേഷൻ അവരുടെ കണക്കനുസരിച്ച് 2019 തന്നെ ഏകദേശം 27 കോടിയോളം ക്രൈസ്തവരെ പീഡിപ്പിക്കപ്പെട്ടു. ഇന്ന് മതപീഡനം ഒരുപാട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസത്യാഗം സംഭവിക്കുന്നു. അതുപോലെ പാപത്തിന് അതിപ്രസരം, സ്നേഹം തണുത്തു പോകുന്നു, കുടുംബങ്ങൾ താറുമാറാകുന്നു, രാഷ്ട്രങ്ങളിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതുപോലെ എന്തുമാത്രം കാര്യങ്ങളാണ് ഇന്ന് ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ബൈബിൾ സാക്ഷ്യപ്പെടുത്തുകയാണ്, ഇതൊന്നും അവിചാരിതമല്ല, ഇതെല്ലാം കാലത്തിന്റെ അടയാളങ്ങളാണ്. നമ്മൾ അനുതപിക്കുവാനും, നമ്മൾ മാനസാന്തരപ്പെടുവാനും, നമ്മൾ ദൈവത്തെങ്കിലേക്ക് തിരിച്ചു വരുവാനുമുള്ള ദൈവസ്നേഹത്തിന്റെ താക്കീതുകളാണ് പലപ്പോഴും നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾക്കുള്ള പരിഹാരം എന്താണ്? നമ്മൾ മാനസാന്തരത്തിന്റെ ജീവിതം നയിക്കണം. കർത്താവിന്റെ പ്രവാചക ശുശ്രൂഷ തിരുസഭയിൽ ശക്തിപ്പെടണം. സഭയിലൂടെ ലോകം മുഴുവനിലേക്കും കർത്താവിന്റെ രക്ഷാകരമായ ശക്തി വ്യാപരിക്കണം. നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. ഇതെന്തുമാത്രം വചന ശുശ്രൂഷകളാണ് കർത്താവ് പ്രത്യേകമായി കേരള സഭയ്ക്ക് തന്നിരിക്കുന്നത്. ഒരുപാട് പ്രതിസന്ധികളുടെ സുനാമി കേരള സഭയെ ആഞ്ഞടിച്ചു. എന്നാൽ ഇതിന്റെ നടുവിലും തളർന്നു പോകാതെ സഭയെ പരിശുദ്ധാത്മ ബലപ്പെടുത്തി. അതിനൊരു പ്രധാന കാരണം സഭയിലുള്ള വിവിധങ്ങളായിട്ടുള്ള വചന ശുശ്രൂഷകളാണ്. സഭാ പിതാക്കന്മാരിലൂടെ, ബഹുമാനപ്പെട്ട വന്യവൈദികരിലൂടെ, ആത്മായ ശുശ്രൂഷകരിലൂടെ, സമർപ്പിതരിലൂടെ സഭയ്ക്ക് ആവശ്യമായ വചനങ്ങൾ തന്ന്, പ്രബോധനങ്ങൾ തന്ന് സഭാ മക്കളെ പരിശുദ്ധാത്മാവ് കൃത്യമായി പ്രചോദിപ്പിക്കുകയാണ്. സംശയങ്ങൾ മാറ്റുകയാണ്, ഊഹാപോഹങ്ങളെ പരിഹരിക്കുകയാണ്. കൂടുതൽ വ്യക്തത കൊടുത്ത് ദൈവജനത്തെ പരിശുദ്ധാത്മ നയിക്കുകയാണ്. നമുക്കിതിനെ ഓർത്തെല്ലാം നന്ദി പറയാം. സഭയിൽ പരിശുദ്ധാത്മ ചെയ്യുന്ന അത്ഭുതകരമായ പ്രവൃത്തികളെ ഓർത്ത്, സഭയ്ക്ക് നൽകുന്ന വചന ശുശ്രൂഷകളെ ഓർത്ത്, സഭയിൽ ആകമാനം പ്രസരിക്കുന്ന മിഷണറി സ്പിരിറ്റിനെ ഓർത്ത്, സഭ നേരിടുന്ന പ്രതിസന്ധികളെ മറികടന്ന് മുന്നോട്ട് പോകുവാനുള്ള ശക്തിയിൽ കർത്താവിന്റെ ആത്മാവ് സഭയെ
നിറയ്ക്കുന്നതിനെ ഓർത്ത് എല്ലാം നന്ദി പറഞ്ഞ് ഒരു നിമിഷ കരങ്ങൾ ഉയർത്തി നമ്മൾ സ്വരമുയർത്തി പരിശുദ്ധാത്മ വിളിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ്. ദൈവത്തിന്റെ ആത്മാവ് തീ പോലെ കത്തണം. ദൈവത്തിന്റെ തീയായി സഭയിൽ കത്തിപ്പടരണം. ദൈവത്തിന്റെ കാറ്റായി സഭയിൽ ആഞ്ഞടിക്കണം. അന്ധകാര ശക്തികള്, ഇരുട്ടിലെ വ്യാപാരങ്ങള്, പൈശാചിക പോരുകള്, സഭയെ തകർക്കുവാനും സഭയെ തളർത്തുവാനും ആഗ്രഹിക്കുന്ന വർഗീയ ശക്തികള്, ചില രാഷ്ട്രീയ ശക്തികളെല്ലാം പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നിറയപ്പെടുവാൻ കരമുയർത്തി നമ്മൾ ഒരുമിച്ച് ആത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, സഭയുടെ ആത്മാവേ, വരിക വരിക വരിക. സഭയിൽ ആഗമനം ദൈവത്തിന്റെ തീയായി കത്തിപ്പടരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന 10,000ങ്ങളിലേക്ക് ദൈവത്തിന്റെ കാറ്റായി ആത്മാവേ ആഞ്ഞടിക്കണമേ. ഓ സ്പിരിറ്റ് മൂവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സഭയ്ക്ക് നൽകുന്ന വചന ശുശ്രൂഷകളെ ഓർത്ത് നന്ദി പറയുന്നു. സഭയെ പരിപാലിക്കുന്ന സ്നേഹത്തെ ഓർത്ത്, സഭയെ ശക്തിപ്പെടുത്തുന്ന കൃപയോർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. മനസ്സ് നിറഞ്ഞ് നമ്മൾ കർത്താവിന് നന്ദി പറയണം. പ്രിയപ്പെട്ടവരെ, അനേകം തിരുവചന ശുശ്രൂഷകൾ ഇന്ന് സഭയിൽ ഉള്ളത് കൊണ്ടാണ് സഭയ്ക്ക് ഇന്ന് കെട്ടുറപ്പുള്ളത്. ഈ ശുശ്രൂഷകളിലൂടെയെല്ലാം സഭയ്ക്കെതിരെ വരുന്ന ആരോപണങ്ങളിൽ നിന്ന്, സഭയ്ക്കെതിരെ വരുന്ന ആക്രമണങ്ങളിൽ നിന്നെല്ലാം അനേകം ദൈവമക്കളെ പരിശുദ്ധാത്മാവ് പരിപാലിക്കുന്നുണ്ട്. ഞാൻ സ്നേഹത്തോടെ ചോദിക്കട്ടെ, ഈ പ്രവാചക ശുശ്രൂഷ സഭയിൽ ഇല്ലെങ്കിൽ സഭയ്ക്ക് എന്ത് സംഭവിക്കും? ഇന്ന് അനേകർ ചോദിക്കുന്നൊരു ചോദ്യമാണ്, എന്തിനാണ് ഇത്തരത്തിലുള്ള വചന ശുശ്രൂഷകള്? ധാരാളം ബൈബിൾ കൺവെൻഷനുകള്, അവിടെ ധ്യാനം, ഇവിടെ ധ്യാനം, ഇങ്ങനെയുള്ള വചന ശുശ്രൂഷകളൊക്കെ എന്തിനാണ്? പ്രിയപ്പെട്ടവരെ, നമ്മൾ ആഴത്തിൽ ചിന്തിക്കണം. പ്രവാചക ശുശ്രൂഷകൾ സഭയിൽ ഇല്ലെങ്കിൽ സഭയ്ക്ക് എന്ത് സംഭവിക്കും? സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പയായ പത്രോസ് അപ്പോസ്തലൻ സഭ മക്കളെ പഠിപ്പിക്കുന്നുണ്ട്. താൻ എഴുതിയ 2-ാമത്തെ ലേഖനം 1-ാം അധ്യായം 19-ാം വചനം, ഇരുളിൽ പ്രകാശിക്കുന്ന ദീപം പോലെയാണ് പ്രവാചക വചനം, പ്രൊഫറ്റിക് വേർഡ്. നമ്മൾ ആ വചനം എല്ലാവരും ശ്രദ്ധിക്കണം. നിങ്ങൾ സ്ക്രീനിലോട്ട് നോക്കണം. വചനം ഇരുളിൽ പ്രകാശിക്കുന്ന ദീപം പോലെയാണ് പ്രവാചക വചനം. കർത്താവിന്റെ പ്രവാചക ശുശ്രൂഷകൾ സഭയിൽ ശക്തിപ്പെട്ടില്ലെങ്കിൽ സഭയ്ക്ക് എന്ത് സംഭവിക്കും? ഈ വചനം വെളിപ്പെടുത്തുകയാണ്, സഭ അന്ധകാരത്തിലാകും. സഭ പയ്യെ 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 ഇരുളിന്റെ ശക്തിയിൽ അകപ്പെട്ടു പോകും. എവിടെയെല്ലാം ഈ പ്രവാചക ശുശ്രൂഷ തളർന്നു പോയിട്ടുണ്ടോ അവിടെയെല്ലാം സഭയ്ക്ക് തളർച്ചയുണ്ടായിട്ടുണ്ട്. നിങ്ങൾ സാർവത്രിക സഭയിലേക്ക് കണ്ണോടിച്ചു നോക്ക്. ഇന്ന് സാർവത്രിക സഭയിൽ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന സഭയാണ് ആഫ്രിക്കയിലെ സഭ. എന്താ അതിന്റെ പ്രധാന കാരണം? ആഫ്രിക്കൻ സഭയെ പരിശുദ്ധാത്മാവ് ഉണർത്തി ധാരാളം വചന പ്രഘോഷകരെ ആഫ്രിക്കയിലെ സഭയ്ക്ക് പരിശുദ്ധാത്മാവ് സമ്മാനിച്ചു. എന്തുമാത്രം ശുശ്രൂഷകളാണ് ആഫ്രിക്കൻ സഭയിൽ നിന്ന് സംഭവിക്കുന്നത്. ജനം കൂട്ടം കൂട്ടമായി മാനസാന്തരപ്പെടുന്നു. കുദാശകളില്ലാതെ ജീവിച്ചവരെ, ദൈവത്തിന്റെ വചനവുമായി യാതൊരു ബന്ധമില്ലാത്തവരെ ദൈവവചനത്തിന്റെ ശക്തിയാല് നവീകരിക്കപ്പെട്ട് കുദാശകളിലേക്ക് വരുന്നു. അവർ സഭയോട് ചേർക്കപ്പെടുന്നു. അവിടെ ഒരു സമൂഹമായി ജീവിക്കുന്നു. അതിവേഗം സഭയ്ക്ക് വളർച്ചയുണ്ടാകുന്നു. ഇത് തന്നെയാണ് ഈ വചനം പഠിപ്പിക്കുന്നത്. സഭ അന്ധകാരത്തിലാകും, സഭ ഇരുട്ടിലാകും. നമ്മുടെ കേരള സഭയെ നിങ്ങൾ നോക്കി, എന്തുകൊണ്ട് കേരള സഭ ഇതുപോലെ പിടിച്ചു നിന്നത്? ഈ പ്രതിസന്ധികളെല്ലാം ഉണ്ടായിട്ട് ഇന്ന് അനേകർ ചോദിക്കുന്നൊരു ചോദ്യമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. അതിന്റെ പ്രധാന കാരണം സഭാ പിതാക്കന്മാരിലൂടെയും അഭിഷിക്ത വൈദികരിലൂടെയും ചില സമർപ്പിതരിലൂടെയും ആത്മായ ശുശ്രൂഷകരിലൂടെ എല്ലാം കർത്താവിന്റെ പരിശുദ്ധാത്മാവ് സഭയെ ശക്തിപ്പെടുത്തിയതുകൊണ്ടാണ്. ഇതിനോട് ബന്ധപ്പെട്ട് നാം പഴയ നിയമത്തിലേക്ക് വരണം. സാമുവേലിന്റെ 1-ാം പുസ്തകം 3-ാം അധ്യായം 1-ാമത്തെ വചനമാണ്. പ്രവാചക ശുശ്രൂഷകള് സഭയിൽ ഇല്ലെങ്കിൽ സഭയ്ക്ക് സംഭവിക്കുന്ന ദുരന്തം എന്താണെന്ന്
തിരുവചനം കാണിച്ചു തരുന്നുണ്ട്. ഏലിയുടെ സന്നിധിയിൽ സാമുവേൽ കർത്താവിനെ ശുശ്രൂഷ ചെയ്തു പോന്നു. ആ കാലത്ത് കർത്താവിൻ്റെ അരുളപ്പാടുകൾ വളരെ വിരളമായി ലഭിച്ചിരുന്നുള്ളൂ. കർത്താവിൻ്റെ അരുളപ്പാടുകൾ ആ കാലഘട്ടത്തിൽ ദൈവജനത്തിന് ലഭിച്ചിരുന്നില്ല. അതിന് പ്രധാന കാരണം എന്തായിരുന്നു? ജനം പാപത്തിലായിരുന്നു. കർത്താവിൻ്റെ ആലോചന പകർന്നു കൊടുക്കാൻ ജനത്തിനിടയിൽ പ്രവാചകരുണ്ടായിരുന്നില്ല, പ്രബോധകരുണ്ടായിരുന്നില്ല. ഇതിൻ്റെ ഫലം എന്തായിരുന്നു? ന്യായാധിപന്മാരുടെ പുസ്തകം 17-ാം അധ്യായം 6-ാം വചനം പറയാം. ഓരോരുത്തരും അവരവർക്ക് തോന്നിയതുപോലെ ജീവിച്ചു. ഇതെന്തു വലിയൊരു ദുരന്തമാണ് പ്രിയപ്പെട്ടവരെ. ഓരോരുത്തരും അവരവർക്ക് തോന്നിയതുപോലെ ജീവിക്കുകയാണ്. കാരണം ദൈവത്തിൻ്റെ ആലോചന മനസ്സിലാക്കാൻ, ദൈവത്തിൻ്റെ തിരിഹിതം മനസ്സിലാക്കാൻ, ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ തിരിച്ചറിയാൻ അവർക്ക് കഴിയാതെ പോയി. എന്താ കാരണം? ആ നാളുകളിൽ ഉള്ള പ്രവാചക ശുശ്രൂഷകൾ വളരെ തളർന്നു പോവുകയാണ്. സാമുവേലിന്റെ 1-ാം പുസ്തകം 2-ാം അധ്യായം 12-ാമത്തെ വചനമാണ്. ആ കാലഘട്ടത്തിൽ ഇസ്രായേലിൽ പുരോഹിത ശുശ്രൂഷ ചെയ്തിരുന്നത് ഏലിയുടെ ആൺമക്കളായിരുന്നു. അവർക്ക് എന്താ സംഭവിച്ചേ? അവർ കർത്താവിൻ്റെ മുൻപിൽ ദുർമാർഗികളും അവിടുത്തെ ബഹുമാനിക്കാത്തവരുമായി. അവിടെ ഡിവോഷൻ മാറിപ്പോവുകയാണ്. കർത്താവിനോട് മാത്രം ഉണ്ടായിരിക്കേണ്ട ആ ഇന്റിമസിയിൽ നിന്ന്, സ്നേഹത്തിൽ നിന്ന് ഏലിയുടെ മക്കള്, ഈ പുരോഹിതന്മാരെ അവര് മാറിപ്പോയി, വ്യതിചലിച്ചു പോയി. വീണ്ടും 2-ാം അധ്യായം 17-ാം വചനത്തിൽ പറയുന്നു, ഏലിയുടെ മക്കളുടെ പാപം ദൈവസന്നിധിയിൽ വളരെ ഗുരുതരമായി തീർന്നു. കാരണം അശ്രദ്ധയോടെയാണ് അവർ കർത്താവിൻ്റെ അർച്ചനയെ വീക്ഷിച്ചത്. യാതൊരു വിധത്തിലുള്ള ഒരുക്കവുമില്ലാതെ, ശ്രദ്ധയില്ലാതെ, ലാഘവമായി, നിസാരമായി അവർ കർത്താവിൻ്റെ ശുശ്രൂഷയെ കാണുകയാണ്. ഇത് വലിയ അപകടമാണ് പ്രിയപ്പെട്ടവരെ. ഇന്ന് നമ്മുടെ ആത്മീയതയിൽ വന്നുപെട്ടിരിക്കുന്ന ഒരു വലിയ കെണിയാണ് തഴക്കവും പഴക്കവും. ഇതെന്തോരം നമ്മൾ കണ്ടിരിക്കുന്നു, ഇതെന്തോരം കേട്ടിരിക്കുന്നു, ഈ വചനം എന്തോരം കേട്ടിരിക്കുന്നു, ഈ വചനം എന്തോരം പ്രസംഗിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഈ വചനം എന്തോരം ധ്യാനിച്ചിരിക്കുന്നു. ഇങ്ങനെ കണ്ടും കേട്ടും ഈ പഴക്കവും തഴക്കവും കാരണം വേണ്ടത്ര ഒരു ദൈവാനുഭവത്തിലേക്ക്, ഒരു ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകളോട് പലപ്പോഴും ഒരു സീരിയസ്നെസ് നമുക്കുണ്ടാകുന്നില്ല. ലാഘവമായി, നിസാരമായി, അശ്രദ്ധയോടെ നമ്മൾ ഈ ശുശ്രൂഷകളെ കാണുകയാണ്. വേദപുസ്തകം വെളിപ്പെടുത്തുകയാണ് ഇത് വളരെ ഗുരുതരമായ പാപമാണെന്ന്. മൂന്നാമത് എന്താ സംഭവിച്ചത്? അവിടെ 2-ാം അധ്യായം 22-ാമത്തെ വചനത്തിലാണ്, സമാഗമ കൂടാരത്തിൽ ജോലി ചെയ്തിരുന്ന സ്ത്രീകളുമായി ഇവർ പാപം ചെയ്യാൻ തുടങ്ങി. കർത്താവിനെ വേദനിപ്പിക്കുകയാണ്, കർത്താവിനെ സങ്കടപ്പെടുത്തുകയാണ്. പല പ്രാവശ്യം കർത്താവ് താക്കീതുകൾ കൊടുത്തു. അനുതപിക്കുവാൻ, മാനസാന്തരപ്പെടുവാൻ ഇവർ തയ്യാറായില്ല. കൂടുതൽ കർത്താവിനെ വേദനിപ്പിച്ചുകൊണ്ട് പാപം ചെയ്ത് മുന്നോട്ട് പോയി. ഇതിന്റെ ഫലം എന്തായിരുന്നു ഈ മക്കളെ? കർത്താവിന്റെ മഹത്വം ഇസ്രായേലിന് വിട്ടുപോവുകയാണ്. സാമുവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 4-ാം അധ്യായം 22-ാമത്തെ വചനത്തിൽ മഹത്വം ഇസ്രായേൽ വിട്ടുപോയി എന്ന് പറഞ്ഞ് താൻ പ്രസവിച്ച കുഞ്ഞിനെ ഇക്കാബോദ് എന്ന് അവൾ പേരിട്ടു. നോ ഗ്ലോറി. കർത്താവിന്റെ സാന്നിധ്യമില്ല, കർത്താവിന്റെ മഹത്വമില്ല. എന്തുകൊണ്ടാണ് പഴയ നിയമസഭ ഇത്രമാത്രം അധപതിച്ചു പോയത്? ഈ തകർച്ചയിൽ സഭ ആകുവാനുള്ള കാരണം എന്തായിരുന്നു? കർത്താവിന്റെ പ്രവാചക ശുശ്രൂഷ ആ കാലഘട്ടത്തിലെ സഭയിൽ ഇല്ലാതെ പോയി. അപ്പൊ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, വചന ശുശ്രൂഷകൾ സഭയിൽ ആവശ്യമുണ്ടോ? ധാരാളം ബൈബിൾ കൺവെൻഷനുകൾ സഭയിൽ ആവശ്യമുണ്ടോ? പല വിധത്തിലുള്ള ധ്യാന ശുശ്രൂഷകൾ സഭയിൽ ആവശ്യമുണ്ടോ? ടെലിവിഷൻ ശുശ്രൂഷകളിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ കർത്താവിന്റെ വചനം പ്രഘോഷിക്കപ്പെടേണ്ട ആവശ്യമുണ്ടോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? എൻ്റെ സഹോദര സഹോദരി, എന്താ നമ്മുടെ അഭിപ്രായം? നിശ്ചയമായ ആവശ്യമുണ്ട്. ഈ ശുശ്രൂഷകൾ ഇല്ലെങ്കിൽ സഭ തളർന്നു പോകും, സഭ അന്ധകാരത്തിലാകും. അതിനുള്ള ദൃഷ്ടാന്തമാണ് പഴയ നിയമസഭയിൽ നമ്മളിപ്പോൾ കണ്ടത്. എന്നാൽ ജനത്തോടുള്ള കർത്താവിന്റെ കരുണ, തന്റെ ജനത്തോടുള്ള കർത്താവിന്റെ സ്നേഹം ദൈവം വെളിപ്പെടുത്തുകയാണ്.
സാമുവേൽ പ്രവാചകന് പ്രത്യേകം ദൈവം തെരഞ്ഞെടുത്തു. സാമുവേലിന്റെ 1-ാം പുസ്തകം 3-ാം അധ്യായം 19-20 വചനങ്ങൾ. സാമുവേൽ വളർന്നു വന്നു, കർത്താവ് അവന്റെ കൂടെ ഉണ്ടായിരുന്നു. അവന്റെ വാക്കുകളൊന്നും വ്യർത്ഥമായി പോകാൻ കർത്താവ് അനുവദിച്ചില്ല. ഈ വചനം നിങ്ങൾ ശ്രദ്ധിക്കണം. സാമുവേലിന്റെ വാക്കുകളൊന്നും, കാരണം അത് കർത്താവിന്റെ വാക്കുകളായിരുന്നു. അതാണ് റേമ, അതാണ് പ്രവചനം. ഈ വാക്കുകളൊന്നും പാഴായി പോകാൻ കർത്താവ് ഇടവരുത്തിയില്ല. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, കർത്താവിന്റെ വാക്കുകള് വ്യർത്ഥമായി പോവുകയില്ല. ഇന്നല്ലെങ്കിൽ നാളെ അതെല്ലാം നിറവേറപ്പെടും. എസെക്കിയേൽ പ്രവചനത്തിൽ പറയുന്നുണ്ട്, ഞാൻ പറയുന്നവ നിറവേറ്റുക തന്നെ ചെയ്യും. സാമുവേലിന്റെ അധരത്തിലൂടെ കർത്താവ് സംസാരിക്കുകയാണ്. 20-ാം വചനം പറയുകയാണ്, സാമുവേൽ കർത്താവിന്റെ പ്രവാചകനായെന്ന് ഇസ്രായേൽ മുഴുവൻ തിരിച്ചറിഞ്ഞു. വീണ്ടും സഭയിൽ പ്രവാചക ശുശ്രൂഷ ശക്തിപ്പെടുകയാണ് സാമുവേലിലൂടെ. എന്താ സംഭവിച്ചത്? സഭ സംരക്ഷിക്കപ്പെടുകയാണ്. പിന്നീടുള്ള അധ്യായങ്ങൾ നമ്മൾ വായിച്ച് ധ്യാനിക്കണം. സാമുവേലിന്റെ ശുശ്രൂഷയിലൂടെ കർത്താവ് തന്റെ സഭയെ ശക്തിപ്പെടുത്തുകയാണ്, തന്റെ സഭയെ പരിപാലിക്കുകയാണ്, തന്റെ സഭയെ വളർത്തുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് തന്നെയാണ് ഇന്നും സംഭവിക്കേണ്ടത്. റേമ എന്ന ശുശ്രൂഷയുടെ പ്രാധാന്യം ഇത് തന്നെയാണ്. ധാരാളം വചന ശുശ്രൂഷകള് കർത്താവ് സഭയ്ക്ക് തന്നിരിക്കുന്നു. അതിൽ ഒരു ശുശ്രൂഷയായി ഇതാ റേമ എന്ന ശുശ്രൂഷയും കൂടിയും ഈശോ നമുക്ക് തരികയാണ്. നിങ്ങൾ ഈ ശുശ്രൂഷയെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കണം. അനേകം ആളുകളോട് നിങ്ങൾ ഈ ശുശ്രൂഷയെക്കുറിച്ച് പറയണം. ഒപ്പം ഷെക്കേന ടെലിവിഷന് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ ഷെക്കേനയുടെ മാധ്യമ ശുശ്രൂഷകൾ മുന്നോട്ട് പോകുവാൻ ഞാൻ നിങ്ങളോട് പ്രാർത്ഥന സഹായം ചോദിക്കുകയാണ്. ഇതിൻ്റെ നടത്തിപ്പ്, ഇതിൻ്റെ വളർച്ച എല്ലാം പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കണം. നമ്മൾ മുട്ടുമടക്കി നമ്മൾ കൈവിരിച്ച് പ്രാർത്ഥിച്ചാൽ ഏത് അസാധ്യതകളെയും കർത്താവ് സാധ്യതകളാക്കി മാറ്റും. ഹൃദയത്തിലേക്ക് നിങ്ങൾ ഷെക്കേനെ ഏറ്റെടുക്കുക, റേമ ശുശ്രൂഷ ഏറ്റെടുക്കുക. നിങ്ങൾ അനേകരുടെ ഇതിനെക്കുറിച്ച് പറയണം. നമുക്ക് ഒരു നിമിഷം ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനായി ഒരുങ്ങാം. ജെറമിയ പ്രവചനം 3-ാം അധ്യായം 15-ാം തിരുവചനം. എനിക്കിഷ്ടപ്പെട്ട ഇടയന്മാരെ ഞാൻ നിങ്ങൾക്ക് തരും. അവർ നിങ്ങളെ ജ്ഞാനത്തോടും വിവേകത്തോടും കൂടെ നയിക്കും. തന്റെ സഭയ്ക്കുള്ള കർത്താവിന്റെ വാഗ്ദാനമാണിത്. എനിക്കിഷ്ടപ്പെട്ട ഇടയന്മാരെ ഞാൻ നിങ്ങൾക്ക് തരും. എനിക്കിഷ്ടപ്പെട്ട അപ്പോസ്തലന്മാരെ ഞാൻ നിങ്ങൾക്ക് നൽകും. എനിക്കിഷ്ടപ്പെട്ട പ്രവാചകന്മാരെ ഞാൻ നിങ്ങൾക്ക് തരും. എനിക്കിഷ്ടപ്പെട്ട പ്രബോധകരെ ഞാൻ നിങ്ങൾക്ക് നൽകും. എന്റെ മനസ്സിനിണങ്ങിയ സുവിശേഷ പ്രഘോഷകരെ ഞാൻ നിങ്ങൾക്ക് തരും. സഭയുടെ 5 ശുശ്രൂഷ വരങ്ങൾ ഈ നാളുകളിൽ തീ പോലെ സഭയിൽ കത്തി ജ്വലിക്കുവാൻ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, തീനാവുള്ള പ്രവാചകരെ സഭയ്ക്ക് നൽകണമേ. കർത്താവേ, ഞങ്ങളുടെ മനസ്സിന് ഇടയന്മാരെ സഭയ്ക്ക് നൽകണമേ. കാലത്തിന് പ്രത്യേകതകൾ മനസ്സിലാക്കിക്കൊണ്ട് ദൈവജനത്തെ പഠിപ്പിക്കുവാൻ അഭിഷേകമുള്ള പ്രബോധകരെ കർത്താവേ സഭയ്ക്ക് നൽകണമേ. പ്രവാചകന്മാരെ സഭയ്ക്ക് നൽകണമേ. നമ്മൾ ഒരു നിമിഷം ഒന്ന് കരങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മാവിനെ വിളിക്കുകയാണ്. ഈ ശുശ്രൂഷ വരങ്ങളെല്ലാം ദൈവത്തിന്റെ ആത്മാവാണ് സഭയിൽ ഉജ്ജ്വലിപ്പിക്കുന്നത്. ഹൃദയം തുറന്ന് നമ്മൾ ആയിരിക്കുന്നിടത്ത് ഉച്ചത്തിൽ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, സഭയുടെ ആത്മാവേ, ഈ ശുശ്രൂഷ വരങ്ങളിലൂടെ സഭയെ ശക്തിപ്പെടുത്തണമേ, സഭയെ ഉണർത്തണമേ, സഭയെ ഉജ്ജ്വലിപ്പിക്കണമേ, തിരുസഭയെ പ്രകാശിപ്പിക്കണമേ. സ്പിരിറ്റ് anoint us. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകം വ്യാപരിക്കട്ടെ, അഭിഷേകം ഒഴുകട്ടെ, കൃപാവരങ്ങൾ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമടിച്ച് നമ്മൾ ഒരുമിച്ച് പരിശുദ്ധാത്മാവിനോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞുകൊണ്ട് കർത്താവിന്റെ ആത്മാവിനാൽ സഭയിലുള്ള വിവിധങ്ങളായ ശുശ്രൂഷകൾ ബലപ്പെടുവാൻ
നമ്മൾ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ആത്മാവേ, ദൈവത്തിന്റെ തീയായി കത്തിപ്പടരണമേ. ദൈവത്തിന്റെ കാറ്റായി സഭയിൽ ആഗമനം വീശണമേ. സ്പിരിറ്റ് മൂവ്. ഹല്ലേലൂയ. എഴുന്നേൽക്കട്ടെ അപ്പോസ്തലർ, എഴുന്നേൽക്കട്ടെ പ്രവാചകർ, എഴുന്നേൽക്കട്ടെ സുവിശേഷകർ, തീ പോലെ സുവിശേഷം പടരട്ടെ. കർത്താവേ, ഈ ശുശ്രൂഷ വരങ്ങളാൽ സഭയെ ശക്തിപ്പെടുത്തണമേ. സഭയിലൂടെ കർത്താവായ യേശുവിന്റെ രക്ഷാകരമായ ശക്തി ലോകം മുഴുവനിലേക്കും വ്യാപരിക്കട്ടെ. എഴുന്നേൽക്കട്ടെ അപ്പോസ്തലർ, എഴുന്നേൽക്കട്ടെ പ്രവാചകർ, എഴുന്നേൽക്കട്ടെ സുവിശേഷകർ, തീ പോലെ സുവിശേഷം പടരട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ഈ നാവുള്ള പ്രവാചകരെ തരണമേ. ആത്മശക്തിയുള്ള പ്രബോധകരെ തരണമേ. കർത്താവേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. തീ പോലെ സുവിശേഷം പടരട്ടെ. ലോകരാജ്യങ്ങളിൽ, പഞ്ചഭൂഖണ്ഡങ്ങളിൽ സുവിശേഷത്തിന്റെ തീ കത്തട്ടെ. എല്ലാ ജനപദങ്ങളിലും സുവിശേഷ തീ പടരട്ടെ. തീ തീ കർത്താവിന്റെ തീ ലോകം മുഴുവൻ, ഭൂഖണ്ഡങ്ങളിൽ മുഴുവൻ കത്തി കത്തി പടരട്ടെ. കരമുയർത്തി സ്വരമുയർത്തി വിളിക്കുന്നു, പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ തീയായി ലോകം മുഴുവൻ കത്തിപ്പടരണമേ. ദൈവത്തിന്റെ കാറ്റായി ലോകരാജ്യങ്ങളിൽ ആഞ്ഞടിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അഭിഷേകത്തിന്റെ പെരുമഴ പെയ്യിക്കണമേ. കൃപയുടെ പെരുമഴ പെയ്യിക്കണമേ. അന്ധകാര ശക്തികള്, ഇരുട്ടിന്റെ വ്യാപാരങ്ങള്, പിന്നീട പോരുകള് യേശുനാമത്താൽ, യേശു രക്തത്താൽ, യേശു വചനത്താൽ നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, തിരുസഭ ആക്രമിക്കുന്ന എല്ലാ തിന്മയുടെ ശക്തികളും, പൈശാചിക ആധിപത്യങ്ങള്, എല്ലാ ബാഹ്യ ശക്തികളും കർത്താവിന്റെ ആത്മാവിനാൽ ചിഹ്ന ഭിന്നമായി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സഭയോടുള്ള സ്നേഹം അതിനായിരങ്ങൾക്ക് പരിശുദ്ധാത്മാവ് പകർന്നു കിടക്കണമേ. പ്രാർത്ഥിക്കുവാൻ, പരിത്യാഗമെടുക്കുവാൻ, സഹനങ്ങളെ കൃപകളായി സ്വീകരിക്കുവാൻ ആയിരങ്ങളെ പരിശുദ്ധാത്മാവേ അഭിഷേകം ചെയ്യണമേ. അനോയിന്റേഴ്സ്, അനോയിന്റേഴ്സ്. ഞങ്ങൾ ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. കർത്താവേ, ഈ നാളുകളിൽ ധാരാളം വചന ശുശ്രൂഷകള് തിരുസഭയ്ക്ക് നൽകിയ സ്നേഹത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഈ ശുശ്രൂഷകളിലൂടെയെല്ലാം സഭയെ പരിപോഷിപ്പിക്കുന്ന അവിടുത്തെ കാരുണ്യത്തെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവ്, പ്രത്യേകമായി പ്രേമ ശുശ്രൂഷ അവിടെ ഏറ്റെടുക്കണമേ. ജനകോടികൾക്ക് ശുശ്രൂഷ അനുഗ്രഹമാക്കി മാറ്റണമേ. ഈ ശുശ്രൂഷയിലൂടെ കർത്താവേ, അങ്ങ് എന്താണോ സംഭവിക്കുവാൻ ആഗ്രഹിക്കുന്നത് അതതിന്റെ പൂർണ്ണതയിൽ സംഭവിക്കുവാൻ ഞങ്ങളെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കൃപ ചെയ്യണമേ. അഭിഷേകം നൽകണമേ. ജനത്തിന്റെ എല്ലാ ആവശ്യങ്ങളുടെ മേലും അവിടുത്തെ കരം നീട്ടി ആശീർവദിക്കണമേ. ലോർഡ് ബ്ലെസ്, ബ്ലെസ് ലോർഡ്. കർത്താവ് നൽകിയ ഈ തിരുവചനങ്ങളെല്ലാം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് ഈ കാലഘട്ടത്തിലെ തിരുവചന ശുശ്രൂഷകളുടെ പ്രാധാന്യത മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ കർത്താവിന്റെ സഭയെ നമുക്ക് സ്നേഹിക്കാം. കർത്താവിന്റെ ശുശ്രൂഷകളിൽ സമർപ്പണമുള്ളവരാകാം. ഒരിക്കൽ കൂടെ ഞാൻ ആവശ്യപ്പെടുകയാണ്, നമ്മൾ പുതുതായി ആരംഭിച്ചിരിക്കുന്ന റേമ ഈ ശുശ്രൂഷയെക്കുറിച്ച് നിങ്ങൾ എല്ലാവരോടും പറയണം. സോഷ്യൽ മീഡിയയിലൂടെ, യൂട്യൂബിലൂടെ എല്ലാം ഈ ശുശ്രൂഷ ലഭ്യമാണ്. ഒപ്പം ഷെക്കേന ടെലിവിഷനെ കുറിച്ച് നിങ്ങൾ അനേകരോട് പറയണം. ഈ ടെലിവിഷൻ ശുശ്രൂഷകൾക്ക് വേണ്ടി നിങ്ങളേവരും പ്രാർത്ഥിക്കണം. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും കർത്താവ് ഏറ്റെടുക്കട്ടെ. നമ്മെ ഓരോരുത്തരെയും ഈശോ സമൃദ്ധമായി